ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു മൃഗശാല തൃശ്ശൂർ വരുമ്പോൾ എല്ലാവരും പരാതി പറയും 11 ഏക്കറിൽ മൃഗങ്ങൾ ശ്വാസം മുട്ടുകയാണ് തൃശ്ശൂർ ടൗണിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആശയമുണ്ടായി. ഇവിടെ ഒരു 10-300 ഏക്കർ സ്ഥലം കിടപ്പുണ്ട് വനം വകുപ്പിനെന്ന് അറിഞ്ഞപ്പോൾ. ഇവിടെ കംപ്ലീറ്റ് മുളയായിരുന്നു. ഞാൻ ഈ സ്ഥലം വന്ന് കണ്ടിട്ട് അന്ന് വർഗീസ് എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം ജോലി ചെയ്തതിൽ ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്, പ്രമുഖനാണ് വർഗീസ്. വർഗീസ് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞാൻ രാജനോട് പറഞ്ഞു, രാജ അത് ഒന്നും പേടിക്കാനില്ല, വർഗീസ് ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് 26 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഒരു മൃഗശാലയ്ക്ക് ഇന്ത്യയിൽ അനുവാദം വാങ്ങിച്ചെടുക്കുന്നത്. ഇതിന് ശേഷമാണ് അംബാനിയൊക്കെ വാങ്ങിക്കുന്നത്. 26 വർഷത്തിനിടയിൽ ആരും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പോയി അപേക്ഷ കൊടുത്ത് വനം വകുപ്പിൽ നിന്ന് ജോൺ കോ എന്ന് പറയുന്ന ഒരു ഡിസൈനറെ, അദ്ദേഹമാണ് ദുബായ് മൃഗശാല ഡിസൈൻ ചെയ്തത്. ഞാൻ ഒട്ടും കുറച്ചില്ല. അന്ന് ദാരിദ്ര്യത്തിൻ്റെ മുകളിൽ ദാരിദ്ര്യമാണ് വനം വകുപ്പിൽ, എന്നിട്ട് ഒട്ടും കുറച്ചില്ല, സായിപ്പിനെ തന്നെ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം വന്ന് ഇതെല്ലാം വരച്ചു തന്നു. അവരുമായി സ്ഥിരം ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൃഗശാല പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന്, യാലക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഡൽഹിയിൽ പോയതും ഇതിൻ്റെ അനുവാദം വാങ്ങിയതൊക്കെ അദ്ദേഹമാണ്. വാങ്ങിക്കൊണ്ടുവന്നു. നമ്മൾ ഉമ്മൻചാണ്ടി സാറും ഞാനും കൂടെ ഇതിന് കല്ലിട്ടു. പക്ഷേ കല്ലിട്ടതേ ഉള്ളൂ, അവിടെ കിടന്നുപോയി. പിന്നെ ഇടതുമുന്നണി സർക്കാർ വന്ന് കിഫ്ബി രൂപീകരിച്ചപ്പോഴാണ് ഇതിന് ആത്മാവും ജീവനും വെച്ചത് എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. കാരണം കല്ലിട്ടിട്ട് പോയെങ്കിലും അതിൻ്റെ പുറത്ത് കാട് പിടിച്ചതല്ലാതെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത സമീപനമാണ്. ഞാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു. മിടുക്കനായ അദ്ദേഹം അത് ചെയ്തില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാജൻ MLA ആയിട്ട് വന്നു. രാജൻ അതിനുവേണ്ടി പരിശ്രമം ആരംഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ കിഫ്ബിയിലൂടെ 300 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി നിർമ്മിച്ചിട്ടുണ്ട്. വലിയൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ സാധ്യത എന്ന് പറയുന്നത് ഒരു അപാരമായ സാധ്യതയാണ്. അതായത് ഇവിടെ ഈ മൃഗങ്ങളെ, ഇനി പല മൃഗങ്ങളും വംശനാശം സംഭവിക്കുകയാണ്. ഇതൊരു സുവോളജിക്കൽ പാർക്കല്ല, ഇതൊരു റിസർച്ച് സെൻ്ററായി മാറും. അതായത് സുവോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് തുടർ പഠനം നടത്താനുള്ള ഒരു പഠനശാലയായി ഇത് മാറണം. വെറുതെ മൃഗങ്ങളെ കണ്ടുപോകാനുള്ളൊരു സ്ഥലമായിട്ടല്ല ഞാൻ മനസ്സിൽ കണ്ടത്. കേരളത്തിലെ സഖ്യപർവ്വതത്തിൽ കാണുന്ന ഉരകങ്ങൾ, ബട്ടർഫ്ലൈകൾ, തവളകൾ, ഇവയെക്കുറിച്ചെല്ലാം ഒരു വളരെ ശാസ്ത്രീയമായ പഠനം. കാരണം സഖ്യപർവ്വതത്തിൽ മാത്രം കാണുന്ന ഇനം തവളകളുണ്ട്. ഇവരെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യണം, ഇൻക്ലൂഡിങ് ആന. ഏഷ്യൻ എലിഫൻസ് വരെ വന്യം നിന്ന് പോകാൻ പോവുകയാണ്. ഇൻക്ലൂഡിങ് ആനയെ ഇവിടെ ബ്രീഡ് ചെയ്യണം. കടുവയെ, മറ്റ് മൃഗങ്ങളെയെല്ലാം ഇവിടെ ബ്രീഡ് ചെയ്ത് ഇവിടെ ജനിച്ചതിന് ശേഷം മറ്റ് മൃഗശാലകൾക്ക് കൈമാറാൻ കഴിയുന്ന തരത്തിലുള്ള റിസർച്ച്. ഇപ്പം ആനയെ തന്നെ എന്താണ് ബ്രീഡ് ചെയ്യാൻ പറ്റാത്തത്? ആനയ്ക്ക് 2 തരം ഹീറ്റുണ്ട്. അത് മനസ്സിലാക്കണം. ആന അറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ആന ഹീറ്റുണ്ടെന്ന് കാണിക്കുന്ന സമയത്ത് അത് ഒരിക്കൽ അതുമായി പെണ്ണാനെ ആണാനോട് ഒരുമിച്ച് വിട്ടാൽ കുട്ടി ഉണ്ടാവില്ല. അത് ഫോൾസ് ഹീറ്റാണ്. പിന്നെ അതിന് രണ്ടാമത് ഒരു ഹീറ്റ് വരും. അത് തിരിച്ചറിഞ്ഞ് ആനയെ അതനുസരിച്ച് അതിനെ ഇണചേരാൻ അനുവദിച്ചാൽ മാത്രമേ ആന പ്രസവിക്കത്തുള്ളൂ. അല്ലാതെ ആന പ്രസവിക്കത്തില്ല. ആനയെ പ്രസവിപ്പിക്കണം കേരളത്തിൽ. കാരണം ആനകളുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിന് പുറത്തുനിന്ന് ആനയെ കൊണ്ടുവരാൻ അനുവദിക്കണം. തൃശ്ശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾക്ക് അടുത്തൊരു 3-4 വർഷം കഴിഞ്ഞാൽ ആനയുണ്ടാവില്ല. വേറെ പോലെ ആളുകൾ ആന എങ്ങനെയെങ്കിലും ഇല്ലാതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. പൂരത്തിന്റെ പ്രൗഢി നിലനിർത്തണമെങ്കിൽ ആന അവിടെ. ഒരു പൂരത്തല്ല, തൃശ്ശൂർ പൂരം എന്നല്ല, കേരളത്തിലെ ഉത്സവ ആചാരങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ആനകളുടെ എണ്ണം കുറയാണ്. ആനകളെ സംഭാവന ചെയ്യാൻ പലരും തയ്യാറാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കി വയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ അനുവാദം കൊടുക്കുന്നില്ല. വനം വകുപ്പ് അത് ചെയ്യണം. കാരണം അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ആനയെ കൊണ്ടുവരണം. നമ്മുടെ ആനകളെ ബ്രീഡ് ചെയ്യണം. വനം വകുപ്പിന്റെ കയ്യിലുള്ള ആരോഗ്യമുള്ള ആന, പെണ്ണാനയുണ്ട്, ആണാനയുണ്ട്. ഇതിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം. അത് വനം വകുപ്പിന് മാത്രമേ കഴിയൂ. അല്ല നമുക്ക് സ്വകാര്യ വ്യക്തികൾ. ഇപ്പം എൻ്റെ കയ്യിൽ നല്ല ആരോഗ്യമുള്ള ഒരു ആനയുണ്ട്. പക്ഷെ അതിനെ ബ്രീഡ് ചെയ്യാൻ വനം വകുപ്പിന് താല്പര്യം ഉണ്ടെങ്കിൽ നാടൻ ആനയാണ്, കോന്നിന്ന് വാങ്ങിച്ചാൽ. ബ്രീഡ് ചെയ്യാൻ വനം വകുപ്പിന് പിടിയാന ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടി ഇട്ടതാണ്. കാരണം ഈ ആനയെ ഉപയോഗിച്ച്, ചെറുപ്പക്കാരനായ ആനയാണ്, നല്ല ആരോഗ്യമുള്ള ആനയാണ്, കോന്നി ആന വനത്തിലെ ആനയാണ്. അതിനെ ഉപയോഗിച്ചിട്ട് വനം വകുപ്പിന് ആനക്കുട്ടിയെ ബ്രീഡ് ചെയ്തുണ്ടാക്കാം എന്നുള്ളൊരു പരീക്ഷണം നടത്താൻ ഒരുങ്ങിയതാണ്. ഇവിടെ അതുപോലെ പാമ്പുകൾ, ഉരകങ്ങൾ, പാമ്പുകൾ, ഈ പിന്നെ ഓന്ത്, അരണ, ഇങ്ങനെയുള്ള ഇവയെല്ലാം അന്യം നിൽക്കുകയാണ്. സഖ്യപർവ്വതത്തിൽ ആകെ ചൂട് വർദ്ധിച്ചതുകൊണ്ട് നമ്മുടെ സഖ്യപർവ്വതത്തിലെ പല മൃഗങ്ങളും പല ജീവികളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം നിലനിർത്താൻ, അതിനെ പ്രത്യുൽപാദനം നടത്തി അതിനെ നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ ഈ മൃഗശാല മാറണം. ഇത് ലോകത്തെമ്പാടും. ഇപ്പം ലണ്ടൻ മൃഗശാല ഒരു മൃഗശാലയല്ല, അതൊരു പഠന കേന്ദ്രമാണ്. അവിടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ പാമ്പുകളെ കുറിച്ചാണ്. പാമ്പിനെ എങ്ങനെ, പുതിയ പാമ്പുകളുടെ വംശം നിലനിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനെ എങ്ങനെ, അതിൻ്റെ പ്രജനനം എങ്ങനെ നടത്താം, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൃഗശാല എന്ന് പറയുന്നത് കാണാനുള്ളൊരു കാഴ്ച ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക്
അത്യപാരമായ സാധ്യതയുള്ള ഒരു സ്ഥാപനമാണിത്. ഇതൊരു പഠന കേന്ദ്രമാണ് ആയിയാണ് മാറേണ്ടത്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. രാജൻ അത് നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, വർഗീസിന് അതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാം. ഞാനിത് ഉണ്ടാക്കുമ്പോൾ കണ്ട സ്വപ്നം, ഇവിടെ വന്ന് കുട്ടികൾ ഇതിനെക്കുറിച്ച് റിസർച്ച്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ വന്ന്, വിദ്യാർത്ഥിനികൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്ത് അവർ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനും മൃഗങ്ങളെക്കുറിച്ചുള്ള, സുവോളജിയെക്കുറിച്ചുള്ള എല്ലാ പഠനത്തിനും ഉള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവരും മൃഗശാല, അതായത് 10-11 ഏക്കറിൽ കിടക്കുന്ന മൃഗങ്ങളെ ഇച്ചിരി വിശാലമായി തുറന്നു വിടാം. മനുഷ്യൻ കൂട്ടിൻ്റെ ഉള്ളിലും അതങ്ങനെയാണ്. മനുഷ്യനെ കൂട്ടിലൂടെ പോകുമ്പോൾ പുറത്ത് കരടി വെളിയും, അതിനെ തുറന്നു വിടുക. നമ്മൾ അടി കൂടെ ഒരു തുരങ്കത്തിൽ കൂടെ പോവുക, തുരങ്കത്തിനകത്ത് വലയിടുക. ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണ്. മാത്രമല്ല ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് കുറച്ച് സ്ഥലം വനം വകുപ്പിനുണ്ട്. അവിടെ ഞാനൊരു അക്വേറിയം പണിയണമെന്ന് എൻ്റെ ആഗ്രഹം. സിംഗപ്പൂരിലെ സൻഡോസ ഐലൻഡിലുള്ളതുപോലെ നമ്മൾ അകത്തൂടി പോകുമ്പോൾ നമ്മൾ കൺവെയർ ബെൽറ്റിൽ ഇങ്ങനെ പോകും, നടന്നുകൊണ്ടവർക്ക് നടന്നു പോകാം. ഇതിൻ്റെ മേളിൽ മുഴുവൻ ഗ്ലാസ് ആണ്. ഇതിൻ്റെ മേളിൽ കൂടെ മത്സ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. മനോഹരമായ കാഴ്ചയാണ്. ഭൂമിക്കടിയിലാണ്, ഭൂമിക്കടിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടില്ലേ? മനോഹരമായ കാഴ്ചയാണ്. കാരണം ഇതിങ്ങനെ എല്ലാ മത്സ്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു അക്വേറിയം വനമന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്ത് തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. അത് ചെയ്യാനിരുന്നാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ പിന്നെ അവർ വെടിവെത്തും, ഉണ്ട പൊട്ടിക്കലും ലഡു വിതരണമൊക്കെ നടത്തി. അവർ സന്തോഷമായിട്ട്. പക്ഷേ നാട് നന്നായില്ല. പക്ഷേ ഇത്തവണ ആരും ഇറക്കാൻ വരാത്തതുകൊണ്ട് KSRTC രക്ഷപ്പെട്ടു എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ആരോടും മിണ്ടിയില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, പത്രക്കാരെ കണ്ടില്ല, ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വീട്ടിൽ നിന്ന് പോവുക, ഓഫീസിൽ പോവുക, തിരിച്ചു വരിക. അവരെ എങ്ങോട്ടും പോയിട്ടില്ല. ഇത് രാജൻ എൻ്റെ സ്വന്തം സഹോദരനാണ്, എൻ്റെ അനിയനാണ്. എന്നെ വീഴ്ത്താൻ ഏറ്റവും നല്ല ചേട്ടാന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ പോലും ചില സമയത്ത് ചെയറിലിരുന്നിട്ട് ചേട്ടാ അവിടെ ഇരിക്കൂ എന്ന് പറയാറുണ്ട്. അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, വിളിച്ചുള്ള ശീലം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അദ്ദേഹം സ്പീക്കറാണ്, നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ്, നമ്മുടെ ചെയറാണ്. അദ്ദേഹം അറിയാതെ ഗണേശേട്ടനെ വിളിക്കും. അതുപോലെ രാജൻ എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹമുണ്ട്. രാജൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ബസ് തരണമെന്നാണ്, ഞാനൊരു കത്തുനിന്ന് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ബസ് തരണമെന്ന് കേട്ടോ ഞാൻ പറഞ്ഞു, രാജൻ തരാം. അങ്ങനെ 2 കോടി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഈ സാധനത്തിന്. ഇത് പിന്നെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല. ഇലക്ഷനിങ് അടുത്ത് വരാറായി. ഇത് ഉദ്ഘാടനം ചെയ്ത് കൊണ്ടുവരണ്ടേ, ഇത് പണിത് കൊണ്ടുവരണ്ടേ ബോംബെയിൽ നിന്ന്. അപ്പോൾ തന്നെ ഞാനൊരു കത്ത് തരും ചേട്ടനെ, എനിക്ക് ഞങ്ങൾ കത്തൊക്കെ പുറകെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ 2 കൂടെ നിൽക്കുമ്പോൾ പ്രമോജ് അതിലെ വന്നു. പ്രമോജിനെ ഞാൻ പറഞ്ഞു, പ്രമോജെ ഒരു വണ്ടി, അപ്പോൾ ഈ റിയാസും ചോദിക്കുന്നുണ്ട് ഒരു വണ്ടി കോഴിക്കോടേക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ്, പ്രമോജ് 2 വണ്ടി നാളെ തന്നെ ഓർഡർ ചെയ്തേക്കുന്നു. നമ്മളവിടെ എല്ലാം വാക്കാലാണ്. ഇൻഡിജി അവസാർ സിഗരറ്റ് കൂടി ഉത്തരവെഴുതും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ വാക്കാൽ പറയുകയാണ്. പിറ്റേ ദിവസം ഒരു വണ്ടി ബുക്ക് ചെയ്തു, വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ വണ്ടി വന്നു, വളരെ സന്തോഷമുണ്ട്. 2 വണ്ടി, കോഴിക്കോട് ഒരു പച്ച കളർ വണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകനും അവൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ വോൾവോ ബസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. കേരള എല്ലാ ബസ്സും അവരെ കൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്യിച്ചു. അപ്പോൾ തൃശ്ശൂരിൻ്റെ എല്ലാ മോഹിനിയാട്ടമുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യം, അതുപോലെ പുലികളിയുണ്ട്. പിന്നെ നമ്മുടെ മാനുണ്ട്, നമ്മുടെ ഈ ഒരു മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരു 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു മനോഹരമായൊരു ഇതാണ്. ഈ ഒരു ട്രിപ്പ് വളരെ നന്നായിരിക്കും, വളരെ വിജയം കൈവരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു അല്ലേ, രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 8:30 മണി, അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അകത്തെല്ലാം കണ്ടതിന് ശേഷം ആ ട്രിപ്പ് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് പോയി വെയിലാകുന്നതിന് മുമ്പേ അങ്ങ് അവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്ക് വീണ്ടും അടുത്ത ട്രിപ്പ്. കാരണം പെരുവെയിലത്ത് രാജൻ എന്നെ അന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ കഥ കഴിച്ചിളങ്ങി. ആ റൗണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ അതിനകത്ത് ഇരുത്തി എന്നെ കൊണ്ടുവന്ന് ഞാനങ്ങ് കഴിഞ്ഞുപോയി. അപ്പം അതുകൊണ്ട് ആളുകളെ കഴിക്കുന്നില്ല. നമ്മൾ 3 മണിക്ക് ശേഷം അത് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരും. വൈകിട്ട് ഇവിടെ വന്ന് മൃഗശാലയെല്ലാം അകത്ത് കയറി കറങ്ങിയതിന് ശേഷം തിരിച്ചു പോകും. അതുപോലെ തന്നെ രാജൻ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് 2 ഇലക്ട്രിക് ബസ്. കോർപ്പറേഷൻ്റെ ബസ്സൊന്നും അല്ല കേട്ടോ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബസ്സൊന്നും അല്ല, KSRTCയുടെ 2 ഇലക്ട്രിക് ബസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് പരിസ്ഥിതി സൗഹൃദത്തോടെ ഓടാൻ വേണ്ടിയിട്ടാണ്. ഇനി നാളെ രാവിലെ പറയാം, ഞങ്ങളുടെ ബസ് എടുത്ത് തൃശ്ശൂരുണ്ടെന്ന് പറയുന്നത്. KSRTCക്ക് 50 ബസ്സുണ്ട്, അതിൽ 2 ബസ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ എത്തിച്ചു കഴിഞ്ഞ് കിട്ടിയെന്ന് വർഗീസും പറഞ്ഞു. രാജൻ അന്ന് തന്നെ പറഞ്ഞു, ചേട്ടാ ബസ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അകത്തുള്ള സർവീസ് നടത്തുന്നത്. ഇതും പുകയും മാലിന്യമൊന്നും ഇല്ലാത്ത ഇലക്ട്രിക് ബസ്സാണ്. 2 പടികളുണ്ട് മുകളിൽ കയറാൻ. എല്ലാ സേഫ്റ്റി മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നപ്പോൾ എന്നോട് ചോദിച്ചു, മേളിൽ കവർ ഇടുമെന്ന് ചോദിച്ചു. നമ്മൾ കവറിട്ടാൽ പോയില്ലേ, മഴവെള്ളമൊക്കെ അവിടെ വീഴും, അങ്ങ് ഒഴുകി പൊക്കോളുന്നു. അത് അകത്തോട്ട് വരുമെന്നാണ് സംശയം. അകത്തോട്ട് വരത്തില്ല, ഒഴുകിയങ്ങ് പോകും. മൊത്തം അത് നനയുന്ന സാധനങ്ങളല്ലാതെ വളരെ നല്ല രീതിയിൽ അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ അതുപോലെ തന്നെയാണ് ഞാൻ
അടുത്തൊരു 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇന്ന് എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. കേരളത്തിലെ ആദ്യത്തെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. അത് അടിസ്ഥാനപരമായി എറണാകുളം തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഓടുന്നതെങ്കിലും ഈ തൃശ്ശൂർ എറണാകുളം റൂട്ട് പണി കഴിഞ്ഞാൽ ഈ വണ്ടി തിരുവനന്തപുരത്ത് പുറപ്പെട്ട് തൃശ്ശൂരാണ് എന്ത് ചെയ്യുന്നത്. തൃശ്ശൂരാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. നല്ല ഓൾഡ് ബസ്സാണ്, ഓടിയെത്തും, നല്ല സ്പീഡിൽ വരും. ഒരു 4-5 മണിക്കൂർ കൊണ്ട്, ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഹൈവേ റെഡിയായാൽ